സർ, നിലമ്പൂരിൽ രാഷ്ട്രീയ പോർക്കളം തന്നെ നടക്കുകയാണ്. രാഷ്ട്രീയ കളികൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് അവിടുത്തെ കളികൾ പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ. ഇന്നലെ വന്ന വാർത്ത സാറും ശ്രദ്ധിച്ചിരുന്നല്ലോ. ഇടത് വലത് രാഷ്ട്രീയ കളികൾ മത സംഘടനകളുമായി കൂടിച്ചേർന്നുള്ള പുതിയ തന്ത്രത്തിലേക്ക് പോവുകയാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ നമ്മൾ പറഞ്ഞിരുന്നത് കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റാണെന്നാണ്. ഇപ്പം നമ്മളൊരു കമ്മ്യൂണലിസ്റ്റ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ കാണുന്നത്. നിലമ്പൂരിലെ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന മാറ്റം പ്രധാനമായ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിഷയങ്ങളും മറയ്ക്കാനുണ്ട്. ഭരണതലത്തിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിലമ്പൂരിൽ പിന്നെ ജനതയ്ക്ക് ഒരുപാട് അവഗണന നേരിട്ടു എന്ന് UDF തുടങ്ങി വെച്ച അല്ലെങ്കിൽ അൻവർ തുടങ്ങി വെച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പുറത്തു വരാതിരിക്കണമെങ്കിൽ ഒരു കമ്മ്യൂണലിസം മറ അവിടെ ആവശ്യമാണ്. അപ്പോൾ ആ മറയാണ് ഇപ്പം ആദ്യമായി ശരിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വളം വെച്ച് കൊടുക്കുന്ന വിധത്തിൽ UDFും ജമാഅത്തെ ഇസ്ലാമിനെ കൊണ്ടുവന്ന് ഈ രംഗത്ത് കയറ്റി എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഇതൊരു വർഗീയ കളി കളിക്കുന്നു എന്ന് പറയാനുള്ളൊരവസരം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ UDFനും ഇതിനകത്ത് വേറൊരു ലക്ഷ്യമുണ്ട്. അൻവർ വിഷയം അധികമായിട്ട് കത്തി നിന്നാൽ അൻവറിന് കൂടുതൽ വോട്ടുകൾ ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ പോയാൽ, അല്ലെങ്കിൽ അൻവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പിന്നെ മുസ്ലിം വിരുദ്ധ ചില പരാമർശങ്ങൾ പിന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയിൽ നിന്നും ഷൗക്കത്തിൽ നിന്നും വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അധികം ഏറിൽ വരാതിരിക്കാനും ഈ ഒരു കൂട്ടായ്മ, ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടായ്മ ഉപകരിക്കുമെന്നാണ് അവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു രാഷ്ട്രീയ മറയായിട്ട് ഒരു കമ്മ്യൂണൽ മറ അവിടെ ഇടുകയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് വിമർശനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താറുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു പോരാട്ടത്തിനപ്പുറം ജമാഅത്തെ ഇസ്ലാമി എന്താണെന്നുള്ള അറിയാം, PDP എന്താണെന്നുള്ള അറിയാം. ഇത് രണ്ടും അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി 2009 കാലഘട്ടം മുതൽ LDFന് പിന്തുണ നൽകിയിരുന്ന പാർട്ടി ഇപ്പം UDFിലോട്ട് കടക്കുന്നു. ഇപ്പോൾ ME ഗോവിന്ദൻ അതിന് തിരിച്ചടിക്കുന്നു. അവരുടെ നിലപാടുകൾ, നയങ്ങൾ അത് വ്യത്യസ്തമാണ്, അതുകൊണ്ട് അവർ UDFിലോട്ട് പോയി. പക്ഷേ അതേസമയം PDPയുടെ നയങ്ങളും നിലപാടുകളൊക്കെ മാറി ഞങ്ങളോടൊപ്പം ചേർന്നു, അത് ഞങ്ങളുടെ നിലപാടുകളോടൊപ്പം ചേർന്നു എന്നുള്ളത്. ഇതിൽ എന്താണ്, എത്രമാത്രം വാസ്തവമുണ്ട് ഇദ്ദേഹം പറയുന്നതിൽ? ഇതിനകത്ത് അവസരോചിതമായിട്ട് മുസ്ലിം വോട്ടുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് EMSൻ്റെ കാലത്ത് തന്നെ അത്തരത്തിൽ ഗുണപരമായിട്ട് അല്ലെങ്കിൽ ദോഷപരമായിട്ടെങ്കിലും പിന്നെ ഹിന്ദു വോട്ടുകൾ സ്വീകരിക്കുന്നതിന് ശരീഅത്ത് പറഞ്ഞുകൊണ്ട് 8ഉം കെട്ടാം 10ഉം കെട്ടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്പൂതിരിപ്പാട് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനായിട്ട് മുസ്ലിങ്ങളെ കൊത്തുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇതൊരു ഹിന്ദു പാർട്ടി പോലെയാണ് CPM നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഹിന്ദു വോട്ടിൽ ചോർച്ച ഉണ്ടാകുന്നുണ്ട്, മുസ്ലിം പ്രീണനം അധികമായി എന്നും അവർക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധ എന്നാൽ മുസ്ലിം അല്ലാത്ത, മുസ്ലിം വിരുദ്ധമെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു ഡയലോഗ് LDFനും ആവശ്യമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ അതിന് ഉപയോഗിക്കാനായിട്ടായിരിക്കും LDF ശ്രമിക്കുന്നത്. എന്തായാലും ME ഗോവിന്ദൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് തൊട്ടും കുറച്ച് സമയം മുമ്പ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ നമ്മൾ പണ്ടൊക്കെ പറയും, ഈ വാവിട്ടു പോകുന്ന വാക്കും കൈവിട്ടു പോകുന്ന ആയുധവും ഒരുപോലാണ്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ന്യായങ്ങളും, അതായത് ഇതിൻ്റെ ചട്ടങ്ങളും നിലപാടുകളും ഒക്കെ മാറ്റി വന്നാൽ വേണമെങ്കിൽ RSSനെയും എന്നല്ല VD സതീശനെയും ഞങ്ങൾ ഒപ്പം കൂട്ടുന്നു. അതായത് മുസ്ലിം LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിന്ദു വോട്ട് ബേസിൽ ഒരു വിള്ളൽ വന്നിട്ടുണ്ട്. അത് BJP വരുത്തിയിരിക്കുന്ന ഈ അടുത്ത കാലങ്ങളിൽ വന്നിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 20% എന്ന വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് BJP എത്തിയത് CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ അങ്കലാപ്പിലാക്കുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ ഇണങ്ങിച്ചേർന്ന് നമ്മുടെ ഭാഗത്തേക്ക് കൂടുതൽ ഹിന്ദു വോട്ടുകൾ കൊണ്ടുവരണം എന്നുള്ളത് CPMൻ്റെ ഒരു വിഷയമാണ്. എന്നാൽ അവർക്ക് മലബാറിൽ മുസ്ലിം വോട്ടുകൾ ആവശ്യവുമാണ്. അപ്പോൾ ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിരിക്കുന്നത് പോവുകയും പാടില്ല എന്നുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ
ഗോവിന്ദ മാഷ് അനുഭവിക്കുന്നത്. എന്തായാലും LDF-ന് പൊതുവെ ഇപ്പോൾ ഒരു കണ്ടകശനി സമയമാണ് നമ്മളീ പറയുന്നത്. എന്ത് പറഞ്ഞാലും അതിന് ബൂമറാങ് പോലെയാണ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ME ഗോവിന്ദൻ ഇപ്പം ഈ പറഞ്ഞതുപോലെ PDP-യെ അവരുടെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവർ ചേർത്ത് വെച്ചപ്പോഴത്തേക്ക് അതിൽ നിന്നും എഴുകാനും എന്നാൽ ഒപ്പം UDF-നോടുള്ള ഒരു പ്രതികരണം ഒക്കെ അദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരു സമ്മർദ്ദത്തിലാണ്. പക്ഷേ ഈ പറഞ്ഞ ഈ ഒരു വാക്ക് വലിയൊരു വിമർശനങ്ങൾക്ക് രാഷ്ട്രീയ കേരളത്തിൽ വരാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, അതുപോലെ തന്നെ മെയിൻ ചാനലുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയോട് മത്സരിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അവരുടെ ബൈറ്റുകളൊക്കെ ഇടുന്ന സാഹചര്യമൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഒരു കാര്യവും നമുക്ക് മറിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. മാർക്സിസ്റ്റ് പാർട്ടി പണ്ട് ചെയ്തിരുന്നത് ഇന്നലെ പറഞ്ഞതിനെ ഇന്ന് പുതിയ ന്യായങ്ങൾ ഉപയോഗിച്ച് മറക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പത്രമാകുമ്പോൾ ഇത് പലരും തിരിഞ്ഞു നോക്കാറില്ല, അല്ലെങ്കിൽ ഇത് മുഴുവൻ റെഫർ ചെയ്ത് കൊണ്ടുവരാൻ പാടാണ്. ഇപ്പം അങ്ങനെയല്ല, കാലഘട്ടം മാറി എന്നുള്ളത്. കാലഘട്ടം മാറിയതോടെ ക്ലിപ്പിങ്സുകൾ പഴയതെല്ലാം വീണ്ടും വീണ്ടും വരിക. അപ്പോൾ നമ്മൾ ഛർദ്ദിച്ചത് നമ്മൾ വീണ്ടും വിഴുങ്ങേണ്ടി വരുന്ന സാഹചര്യം. അതായത് ഈ മൂപ്പന്മാരൊക്കെ രാഷ്ട്രീയ കളികളൊക്കെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പോരാട്ടമൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടതുണ്ടല്ലേ, കുറച്ച് ന്യൂജൻ ആവേണ്ടുന്ന കാലഘട്ടം. ഇത് നമ്മൾ അടിസ്ഥാന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ പോകുന്ന ഒരു സമീപനം എടുത്തില്ലെങ്കിൽ ഭാവിയിൽ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽപ്പില്ലാതാവും. അവനവനിസവും ഇപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന പരിപാടിയും കൊണ്ട് ഇനി രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകുമെന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളിൽ നിന്ന് ഒരുപാട് അവർ വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPM-ഉം CPI-യും തമ്മിലുള്ള അവരുടെ ഇടയിലുള്ളൊരു ഭിന്നത നമുക്കറിയാം. ഭാരതാംബ വിഷയത്തിലൊക്കെ CPI-യുടെ ഭാരത് മാതാ കി ജയ് അതിനുശേഷമുള്ള ആ പോസ്റ്ററൊക്കെ അവർ പിൻവലിച്ചു. ഭാരതാംബയുടെ ചിത്രമൊക്കെ വരച്ച് ഒരു പോസ്റ്ററൊക്കെ ഇട്ടിരുന്നു. അപ്പം ഈ CPI-യും CPM-ലും ഉണ്ടാകുന്ന ആ ഒരു ഭിന്നതയും പാർട്ടിക്കകത്ത് വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു പത്രത്തിൽ കണ്ടാൽ ബിനോയ് വിശ്വം പുണ്യാളനാകാൻ ശ്രമിക്കുന്നു, നാണം കെട്ടി ഇറങ്ങി പോകേണ്ടി വരുന്ന CPI നേതൃത്വത്തിലെ 2 നേതാക്കന്മാർ സംസാരിച്ച ഓഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കണം. അപ്പം ഇത്തരത്തിൽ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടല്ലേ പാർട്ടി ഈ പറഞ്ഞതുപോലെ പാർട്ടിയെ വിശ്വസിക്കുന്ന ആൾക്കാരിൽ നിന്നും കുറേ പോകുന്നില്ലേ? അല്ല, ഈ മുമ്പായിരുന്നെങ്കിലേ ഈ നമുക്ക് ഏത് അടിസ്ഥാന കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് BJP-യുടെ ആവിർഭാവത്തോടുകൂടി അവരുടെ ശക്തിപ്പെടലോടുകൂടി ഈ ഹിന്ദുത്വ എന്ന് പറയുന്നത് ദേശീയതയുടെ ഭാഗമാണെന്ന് അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത് ഏതാണ്ട് ഇന്ത്യൻ ജനത അംഗീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്ക് മേൽക്കതി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അടിക്കടി വിജയങ്ങൾ ഉണ്ടാകുന്നത് ഈ ദേശീയതയെ ഊന്നിക്കൊണ്ടുള്ള, എന്നാൽ പുറകിൽ ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയും കൂടെയുള്ള ഒരു നീക്കമാണെന്നുള്ളത് പ്രതിപക്ഷത്തെ വളരെയധികം അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തങ്ങളുടെ ആശയത്തിൽ നിന്നും വിട്ടുകൊണ്ട് ചിലപ്പോൾ ഒക്കെ വലിയ പ്രസ്താവനകൾ പറയുകയും വെട്ടിലാകുകയും ചെയ്തു. അത് ദേശവിരുദ്ധമായി മാറുന്നുണ്ട്, അവരുടെ തന്നെ പ്രസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായി മാറുന്നുണ്ട്. അവരുടെ തന്നെ പഴയ നേതാക്കൾ, അതായത് ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റു ഒക്കെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറയുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നുള്ള അവസ്ഥ വരികയാണ്. അപ്പോൾ സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം BJP-യെക്കാളും കുറച്ചുകൂടി LDF ചില ഹിന്ദു സംഘടനകളുമായിട്ട് അടുക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ വാർത്തകൾ ME ഗോവിന്ദൻ അത് നിരസിച്ചിട്ടുണ്ട്. എനിക്ക് ഫുൾ നെയിം അറിയില്ല, അഖണ്ഡ ഭാരത ഹിന്ദു സംഘടന എന്ന് പറഞ്ഞ ഹിന്ദു മഹാസഭ അങ്ങനെ എന്തോ ഒരു സംഘടന ഇന്നലെ LDF-നെ പിന്തുണയ്ക്കും, നിലമ്പൂരിൽ പിന്തുണയ്ക്കും എന്നുള്ളൊരു വാർത്തയൊക്കെ വന്നിരുന്നു. പക്ഷേ ME ഗോവിന്ദൻ അത് നിരസിച്ചു. അങ്ങനെ അതിനെപ്പറ്റി എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഫോട്ടോ സഹിതമാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹിന്ദു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഹിന്ദു എന്ന ഒരു മതത്തിലേക്ക്, ഇപ്പം മുസ്ലിം മതം മാത്രമല്ല അതിലോട്ടും ആ സംഘടനകളിലോട്ടും ഇറങ്ങുമല്ലേ LDF? അവർക്ക് അല്ല, ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞ നിലപാടുകളും നയങ്ങളും മാറ്റി ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ചേരുന്ന എന്ത് വന്നാലും ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കുന്ന. അല്ല, ഇപ്പോൾ ഭരണമാണ് പ്രധാനം എന്നുള്ള ഒരു പോളിസിയിലേക്ക് CPM എത്തിയിട്ടുണ്ട്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ നഷ്ടപ്പെട്ട പോലെ, ത്രിപുര നഷ്ടപ്പെട്ട പോലെ കേരളവും കൂടെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് അവരുടെ ഈ അടിസ്ഥാന ചർച്ചകളിൽ നിന്നും അല്ലെങ്കിൽ വാചകങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്നു. നമ്മളുടെ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ UDF-നെ പറ്റി കൂടി നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് കൂടെ നിൽക്കുന്നത്. അത് വലിയൊരു പ്രതിസന്ധി UDF-ന് ഉണ്ടാക്കാൻ പോവുകയാണ്. കാരണം UDF-നെ സംബന്ധിച്ചോളം ഇപ്പം മുസ്ലിം ലീഗ് അവിടെ നിൽക്കുന്നിടത്തോളം കാലം മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി കൂടുതൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അവർ ശ്രദ്ധിക്കേണ്ടത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ
ഏകീകരിക്കപ്പെട്ടു പോകുന്നത് അവരുടെ നാശത്തിനാണെന്നുള്ളത് മനസ്സിലാക്കി ആ തരത്തിൽ അവർ ചിന്തിക്കുകയും ആ തരത്തിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ അവർ നിലമ്പൂർ എന്നുള്ളൊരു ഒറ്റ വിഷയം എടുത്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആത്മരക്ഷയുടെ ഒരു അവസരവും കൂടിയാണ്. അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടാകുന്ന പരാജയം അല്ലെങ്കിൽ നേരിയ വിജയം അദ്ദേഹത്തിൻ്റെ പരാജയമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അതിജീവിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അന്തം വിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാൻ പാർട്ടി ഉണ്ടെങ്കിൽ അതിനെയും കൂടെ വിളിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ രാഷ്ട്രീയത്തിലെ അപജയത്തിൻ്റെ പ്രധാന കാരണം ഇതാണ്. അപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഇപ്പോഴെനിക്ക് എങ്ങനെ ജയിക്കണം, ഇപ്പോഴെനിക്ക് എങ്ങനെ നിലനിൽക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ചില ആശയങ്ങളും സമീപനങ്ങളും രാഷ്ട്രീയത്തിൽ കൈക്കൊള്ളുമ്പോൾ അവർക്ക് വൻ പരാജയങ്ങൾ പിന്തുടർന്ന് വരും എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.